ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ JSK കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോസ്റ്റർ ഉണ്ടായിരുന്നു. വേറെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടല്ലോ ലോകത്ത്. അതിന് ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. അതൊരു കാരണമില്ലാത്ത കാരണമാണ്. അതിനേക്കാളും വലിയ കാരണം എന്തോരമുണ്ട്. പേരും ഒരു സിനിമയായിട്ടും അത് എന്റർടൈൻമെന്റ് മൂവി അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ ആണല്ലോ. ചോദ്യം പറഞ്ഞല്ലേ, സുരേഷ് ഗോപിയുടെ അടുത്ത് റിലീസിന് ഒരുങ്ങിയ പടം ഉണ്ടായിരുന്നു, പേരറിയോ? ഇല്ല. JSK എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അതിന് അടുത്ത് കഴിഞ്ഞ മാസം 27 റിലീസിന് ഒരുങ്ങുന്ന പടമായിരുന്നു. അറിയോ അതിന്റെ ഇഷ്യൂ എന്തുകൊണ്ടാണ് റിലീസ് വൈകുന്നത് അറിയോ? ലീഗലായിട്ട് എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല. കറക്റ്റ് അറിയില്ല. ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് അറിയണ്ടായിരുന്ന? കേട്ടാറില്ല. അതായത് ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണ്. അതുകൊണ്ട് ആ പടം സീതാദേവിയുടെ പേര് വെച്ചിട്ട് പടം റിലീസാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പേഴ്സണലി വിചാരിക്കുന്നുണ്ട് ജാനകി എന്നുള്ള പേരൊന്നും അത്ര വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രസക്തി ഇല്ലാത്ത കാരണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല, അതൊരു കാരണമില്ലാത്ത കാരണമാണ്. അതിനേക്കാളും വലിയ കാരണം എന്തോരമുണ്ട്. ഇതൊന്നും ഒരു വലിയ കാരണമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ചെയ്യാറില്ല. ഇതൊരു ജസ്റ്റ് ഒരു കലയല്ലേ, പ്ലാറ്റ്ഫോമാണ്. അതിപ്പോൾ അത് എന്ത് പേരിട്ടാലും അതിന് വേറെ അർത്ഥത്തിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല. അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ അതിനിപ്പോൾ എല്ലാ സിനിമക്കും ഓരോ പേരുണ്ടാവില്ല. ഇല്ല, പേരിൻ്റെ പുറകെ അത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമ ഇറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പേരിൻ്റെ പ്രശ്നം ഞാനത് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണുന്നു. അതല്ലേ സുരേഷ് ഗോപിയുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ഉണ്ട്, പേരറിയോ? പേര് അറിയില്ല. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ JSK കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോസ്റ്റർ ഉണ്ടായിരുന്നു. പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിനൊരു ഇഷ്യൂ ഉണ്ട്, അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇഷ്യൂ? അതായത് എന്താണ് ജാനകി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. റിലീസ് തന്നെ അറിയുന്നില്ല. അതായത് ഈ അടുത്ത് റിലീസിന് തുടങ്ങിയ സുരേഷ് ഗോപിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, ഏതാണെന്നറിയോ? അതിന്റെ ഇഷ്യൂ അറിയോ? എന്തുകൊണ്ട് റിലീസാവാൻ വൈകുന്നതിന് കാരണം അറിയോ? അത് ജാനകി അങ്ങനെ തോന്നുന്നുണ്ട്. ജാനകി എന്നുള്ള പേര് ഇത്ര വലിയ കുഴപ്പമാണോ എനിക്ക് തോന്നുന്നില്ല. എന്ത് പേര് മുന്നേ പോലെ കുറെ പേരുകൾ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രോ പേഴ്സണലി തോന്നുന്നില്ല ഈ സിനിമക്ക് ജാനകി എന്നുള്ള പേര് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല? ഇല്ല, കുഴപ്പമായിട്ട് തോന്നുന്നില്ല. സിനിമ ഫിക്ഷണൽ മൂവിയല്ലേ, ഇത്രയും അതാണ് പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ഈ അടുത്തില്ലേ റീസെന്റ് ഇറങ്ങാൻ ഉദ്ദേശിച്ച സുരേഷ് ഗോപിയുടെ പടം ഉണ്ട്, അറിയോ? സുരേഷ് ഗോപി ഏതാണ്? അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടില്ല. അതിന് പടത്തിന് എന്തുകൊണ്ടാണ് റിലീസ് വൈകുന്നതെന്ന് അറിയോ? അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് അറിയാം. എന്താ സംഭവം കറക്റ്റ് ആയിട്ട് അറിയാം. ജാനകി എന്നുള്ള പേര് എന്തോ ഒരു പേരിന്റെ പ്രശ്നം. അതില് സുപ്രീം കോടതി എന്തോ അത് ഈ സാറ്റർഡേ എന്തോ കാണുന്നെന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ പേര് പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നം. ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരും ഒരു സിനിമയായിട്ടും അത് എന്റർടൈൻമെന്റ് മൂവി അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ ആണല്ലോ. അപ്പൊ അത് പേരുമായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പേഴ്സണൽ ഒപ്പീനിയൻ. ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. സിനിമയുടേതായ രീതി കാണാൻ അത്രേ ഉള്ളൂ. ഈ അടുത്തില്ല റീസെന്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ പടം റിലീസിന് ഒരുങ്ങാൻ തയ്യാറായിരുന്നു. ആ പടത്തിന്റെ പേരറിയോ? JSK എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള. ഞാൻ ഒന്നാമതൊരു സിനിമ കാണാനല്ല, ഈ ജുറാസിക് പാർക്ക് കുട്ടികൾക്ക് കൊണ്ട് കാണാൻ പോകുന്നതാണ്. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ഇറങ്ങാൻ ഉദ്ദേശിച്ച സുരേഷ് ഗോപിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, ഏതാണെന്നറിയോ? JSK. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഇഷ്യൂ എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് റിലീസ് വൈകുന്നത് എന്നുള്ളത്? അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ശരിക്കും അതിന് പേര്. അപ്പോൾ ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണ്. അതുമായി ബന്ധപ്പെട്ട പേര് വെച്ച് പടം റിലീസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഉന്നയിക്കുന്ന കാരണം. അതൊരു വലിയ കാരണമായിട്ട് ബ്ലോക്ക് തോന്നുന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത്ര പേരിൽ ഇത്ര വലിയ പ്രസക്തി ഉണ്ടാന്ന് ചോദിക്കണം അവർ ഉന്നയിക്കണം. വിചാരിക്കുന്നില്ല. ഇത് ഇത്ര വലിയ കാരണമായിട്ട് തോന്നുന്നില്ല. JSK അതിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു റിലീസ് വൈകാനുള്ള. കാരണം എന്താണെന്നറിയോ? ഉന്നയിക്കണ കാരണം ഒരു പ്രസക്തി ഇല്ലാതെ തോന്നുന്നുണ്ട്. ആവശ്യമില്ലാത്തതാണ് അല്ലാണ്ട് ഇത് ഈ ഉന്നയിക്കണ കാരണത്തിലൊന്നും പ്രസക്തി ഇല്ല എന്നാണ് തോന്നുന്നത്. വേറെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടല്ലോ ലോകത്ത്. അതിന് ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല.